ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെഥാനിയൽ ഹോത്തോൻ്റെ യങ് ഗുഡ്മാൻ ബ്രൗൺ എന്നുള്ള സ്റ്റോറിയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റൊമാൻറ്റിക് പീരീഡ് എന്താണെന്ന് നോക്കാം. ഈ റൊമാൻറ്റിക് പീരീഡിലെ ഏറ്റവും ഒരു ഫസ്റ്റ് ഗ്രേറ്റ് ലിറ്റററി ജനറേഷനിൽ പെടുന്ന ആൾക്കാരാണ് വാൾട്ട് വിറ്റ്മാൻ, ഹെർമൻ മെൽവിൽ, എഡ്ഗർ അലൻ പോ, അതുപോലെ തന്നെ നമ്മുടെ ഓഥറായ നെഥാനിയൽ ഹോത്തോൺ. ദി എയിം ഓഫ് നോവലിസ്റ്റ്, അതായത് ഈ ഒരു കാലഘട്ടത്തിലെ നോവലിസ്റ്റിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ എന്താ പറയുക, ഈ ഒരു റൊമാൻസിന്, അതായത് നോവലിൻ്റെ ഒരു സിംബോളിക് ഫോമാണ് റൊമാൻസ് എന്നുള്ളതാണ് അവരുടെ ഈ ഒരു റൊമാൻറ്റിക് വിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്നത് റൊമാൻസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ലവ് സ്റ്റോറീസിനെ മാത്രമല്ല നമ്മൾ റൊമാൻസ് എന്ന് പറയുന്നത്, ബട്ട് ഓൾസോ സീരിയസ് നോവൽസിനെയും നമ്മൾ റൊമാൻസ് എന്ന് പറയുന്നത്. ദാറ്റ് യൂസ്ഡ് സ്പെഷ്യൽ ടെക്നിക്സ് ടു കമ്മ്യൂണിക്കേറ്റ് കോംപ്ലെക്സ് ആൻഡ് സട്ടിൽ മീനിങ്സ് ഇൻ ലിറ്റററി വർക്ക്സ്. ഫൈനായിട്ടുള്ള നൈസായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ മീനിങ്സ് ഇൻ ലിറ്റററി വർക്ക്സ് വരുന്ന സീരിയസ് നോവൽസിനെ നമ്മൾ റൊമാൻസിൻ്റെ കാറ്റഗറിയിലാണ് പെടുത്തുന്നത് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനത്തുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള വർക്കിൻ്റെ ഒരു അടയാളം എന്ന് പറഞ്ഞു വെച്ചാൽ ഭയങ്കര ഡാർക്കായിട്ട് അല്ലെങ്കിൽ ഫ്രൈറ്റനിങ്, ഭയങ്കര ഭയപ്പെടുത്തുന്ന ഇമാജിനറീസ് ഒക്കെ ഉള്ള, അതുപോലെ തന്നെ സ്റ്റേബിൾ അല്ലാത്ത ഈ ഒരു സൊസൈറ്റിയിൽ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഡിഫിക്കൽറ്റി, ആ ലെവൽ ഓഫ് ഡിഫിക്കൽറ്റിനൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലത്തുള്ള സീരിയസ് വർക്കുകൾ, നോവൽസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് അതും റൊമാൻസിനകത്ത് പെടും എന്നാണ് ആ ഒരു കാലഘട്ടത്തിലെ റൈറ്റേഴ്സ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ ഒരു പ്രെഡിക്കമെൻ്റ് എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി റൊമാൻറ്റിക് ഹീറോസ് അവസാനം കഥയുടെ അല്ലെങ്കിൽ നോവലിൻ്റെ അവസാനം എത്തുമ്പോഴത്തേക്ക് മരണപ്പെടുകയാണ് ചെയ്യാറുള്ളത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദി റൊമാൻറ്റിക് പീരിയഡ് ഇൻ യു എസ് എ. ഇനി നമുക്ക് ഈ കഥയിലെ ഓഥറിനെ കുറിച്ച് നോക്കാം. നെഥാനിയൽ ഹോത്തോൺ ഇസ് എ ഫിഫ്ത്ത് ജനറേഷൻ അമേരിക്കൻ ഓഫ് ഇംഗ്ലീഷ് ഡീസൻ്റ്. ഫിഫ്ത്ത് ജനറേഷനിൽ പെട്ട ആളാണ് നെഥാനിയൽ ഹോത്തോൺ. നെഥാനിയൽ ഹോത്തോണിൻ്റെ കഥയിലെ കൂടുതൽ സെറ്റിങ്സും പ്യൂരിറ്റൻ ന്യൂ ഇംഗ്ലണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റസ്റ്റ് നോവൽ എന്ന് പറയുന്നത് ദി സ്കാർലെറ്റ് ലെറ്റർ ഇൻ 1850 ഈസ് എ ക്ലാസിക് പോർട്രയൽ ഓഫ് പ്യൂരിറ്റൻ അമേരിക്ക. ആൻഡ് ഹോത്തോണിൻ്റെ ബെസ്റ്റ് നോൺ ഷോർട്ടർ സ്റ്റോറീസ് എന്ന് പറയുന്നത് ദി മിനിസ്റ്റർ, ബ്ലാക്ക് വെയിൽ, യങ് ഗുഡ്മാൻ ബ്രൗൺ ആൻഡ് മൈ കിൻസ്മാൻ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നോൺ ഷോർട്ടർ സ്റ്റോറീസ്. ഇനി യങ് ഗുഡ്മാൻ ബ്രൗൺ എന്ന് പറയുന്ന ഈ സ്റ്റോറീസിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് യങ് ഗുഡ്മാൻ ബ്രൗൺ, ഫെയ്ത്ത്. ഇപ്പോൾ യങ് ഗുഡ്മാൻ ബ്രൗൺ ആണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഗുഡ്മാൻ ബ്രൗണിൻ്റെ ഭാര്യയാണ്. ദി ഓൾഡ് മാൻ എന്ന് പറയുന്നൊരു ഡെവിലാണ്. നമ്മുടെ യങ് ഗുഡ്മാൻ ബ്രൗണിൻ്റെ മുമ്പിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് ഒരു ഓൾഡ് മാൻ്റെ രൂപത്തിലാണ്. പിന്നെ ഗുഡി ഗ്ലോയ്സ് ആൻഡ് ഡീക്കൻ ഗൂക്കിൻ, ഇവർ രണ്ടുപേരും നമ്മുടെ യങ് ഗുഡ്മാൻ ബ്രൗണിൻ്റെ സ്പിരിച്വൽ ഗൈഡ്സാണ്. പിന്നെ ഉള്ളത് ക്യാരക്ടറാണ് ദി മിനിസ്റ്റർ. അദ്ദേഹം ദി ടൗൺ മിനിസ്റ്റർ ഓഫ് സലീമാണ്. ഓക്കെ, ഇനി ഈ സ്റ്റോറിയുടെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇതിനകത്ത് 3 ഡാർക്ക് ഈവൻറ്റ്സ് ഇൻ ദ പ്യൂരിറ്റൻ ഹിസ്റ്ററിയാണ്. ഈ 3 ഡാർക്ക് ഈവൻറ്റ്സാണ് നമ്മുടെ ഹോത്തോൺ ഈ ഒരു സ്റ്റോറിക്ക് വേണ്ടി റെഫർ ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ഈവൻറ്റ് എന്ന് പറയുന്നത് ദി സലീം വിച്ച് എന്ന് വെച്ചാൽ ദുർമന്ത്രവാദം. ദി സലീം വിച്ച് ട്രയൽസ് ഓഫ് 1962 നടന്ന സലീമിൽ നടന്ന വിച്ച് ട്രയൽസാണ്. അതെന്ന് വെച്ചാൽ ദുർമന്ത്രവാദികളാണെന്നും പറഞ്ഞ് 25ഓളം നിഷ്കളങ്കരായിട്ടുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊല്ലുന്നുണ്ടായിരുന്നു. ദുർമന്ത്രവാദിയാണെന്നും പറഞ്ഞ് അക്യൂസ് ചെയ്തിട്ട്. ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ റിവെഞ്ചിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ജലസിയുടെ പുറത്തൊക്കെയാണ് അങ്ങനെ അവർ വിച്ചസ് ആണെന്ന് അക്യൂസ് ചെയ്തിട്ട് 25ഓളം വരുന്ന ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊന്നത്. ആ ഒരു ഈവൻറ്റിനെയാണ് നമ്മൾ സലീം വിച്ച് ട്രയൽസ് ഓഫ് 1962 എന്ന് പറയുന്നത്. ഈ ഒരു ഈവൻറ്റ് ഹോത്തോൺ തൻ്റെ കഥയിൽ റെഫർ ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ദി പ്യൂരിറ്റൻ ഇൻടോളറൻസ് ഓഫ് കോക്കസ്. അതായത് 17th സെഞ്ച്വറിയിലെ സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തിയപ്പോഴത്തേക്ക് അമേരിക്കയിൽ പ്യൂരിറ്റൻസും കോക്കേഴ്സും രണ്ടുപേരും സെറ്റിൽ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഇൻ ഓർഡർ ടു ഹോപ്പിംഗ് ടു ഫൈൻഡ് റിലീജിയസ് ഫ്രീഡം. ആ ഒരു റിലീജിയസ് ഫ്രീഡം കണ്ടെത്താനും അതുപോലെ തന്നെ അവർക്ക് അവരുടേതായ സ്വന്തമായിട്ടൊരു കോളനീസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള വിശ്വാസത്തിൽ ഇവർ രണ്ടുപേരും അമേരിക്കയിൽ സെറ്റിൽ ചെയ്യാണ്. പക്ഷേ ഗ്രാജുവലി പ്യൂരിറ്റൻസ് എന്ത് ചെയ്യാൻ തുടങ്ങി, നമ്മുടെ കോക്കേഴ്സിനെ ഫോർവേഡ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു ടൗണിൽ സെറ്റിൽ ചെയ്യാൻ അവർ സമ്മതിപ്പിക്കാതിരിക്കുകയും കോക്കേഴ്സ് ആവുക എന്നുള്ളൊരു ഇല്ലീഗലാക്കി മാറ്റുകയും ചെയ്യുകയാണ്. ഇത് സഹിക്കാൻ വയ്യാണ്ടായപ്പോഴത്തേക്ക് കോക്കേഴ്സ് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ആ ഓരോ കാരണത്താൽ നമ്മുടെ പ്യൂരിറ്റൻസ് അവരെ ഇംപ്രിഷൻ ചെയ്യാനും അവരെ ഹാങ് ചെയ്യാനൊക്കെ തുടങ്ങി. അതാണ് ദി പ്യൂരിറ്റൻ ഇൻടോളറൻസ് ഓഫ് ദി കോക്കേഴ്സ് എന്ന് പറയുന്നത്.
പിന്നെ മൂന്നാമത്തെ ഒരു ഈവൻറ്റ് ഇതിനകത്ത് റെഫർ ചെയ്യുന്നത് ദി കിങ് ഫിലിപ്സ് വാറാണ്. കിങ് ഫിലിപ്സ് വാർ എന്ന് വെച്ചാൽ ഇത് ടുക്ക് പ്ലേസ് ചെയ്യുന്നത് 1675 to 1676 ആക്ച്വലി ഇതൊരു സ്മോൾ സ്ക്രിമിഷേഴ്സ് ആണ്. അത് ഒരു സ്മോൾ കോൺഫ്ലിക്റ്റ് ആണ് ആർക്കിടയിലുള്ളത്. നേറ്റീവ് അമേരിക്കൻസും കൊളോണിസ്റ്റുകളുടെ ഇടയിലുള്ള ഒരു കുഞ്ഞൊരു ഫൈറ്റായിരുന്നു. അതിൽ നേറ്റീവ് അമേരിക്കൻസ് കൊളോണിസ്റ്റുകളെ ഫ്രോണ്ടിയർ ടൗണിൽ വെച്ച്, അതായത് വെസ്റ്റേൺ മസാച്യൂസെറ്റ്സിലെ ഫ്രോണ്ടിയർ ടൗണിൽ വെച്ച് അവർ അറ്റാക്ക് ചെയ്യുകയും പിന്നീട് കൊളോണിസ്റ്റ് അതിനെ റെസ്പോണ്ട് ചെയ്ത് ഫൈറ്റ് ബാക്ക് ചെയ്യുകയും ചെയ്യാണ്. ഇങ്ങനെ ബൈ റെയ്ഡിങ് ദെയർ വില്ലേജസ്. ആ ഒരു യുദ്ധത്തിൽ, ആ ഒരു വാറിൽ കൊളോണിസ്റ്റുകാർ ജയിക്കുകയും അങ്ങനെ ആ പവറിനെ, അതായത് കോളനിയിൽ അവരുടെ പവറിനെ അവർ ബാലൻസ് ചെയ്ത് നിർത്തുകയും അങ്ങനെ പൂർണ്ണമായിട്ട് അധികാരം പ്യൂരിറ്റൻസിൻ്റെ കയ്യിൽ വന്നു ചേരുകയും ചെയ്യണം. അപ്പോൾ ദി സലൈം വിച്ച് ട്രയൽസ് ഓഫ് 1962, ദി പ്യൂരിറ്റൻ ഇൻടോളറൻസ് ഓഫ് ദി കോക്കസ്, കിങ് ഫിലിപ്സ് വാർ, ഈ 3 ഡാർക്ക് ഈവൻറ്റ്സ് ആണ് ഹോത്തോൺ തൻ്റെ കഥ യങ് ഗുഡ്മാൻ ബ്രൗൺ എന്ന് പറഞ്ഞ സ്റ്റോറിയിൽ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റോറിയുടെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സമ്മറിലേക്ക് പോകാം. സമ്മറി എന്ന് വെച്ചാൽ യങ് ഗുഡ്മാൻ ബ്രൗൺ ഒരു യങ് മാനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യേനെ വിട്ട് ഒരു രാത്രി തൻ്റെ ഭാര്യേനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണ്. ഒരു ഡാർക്ക് ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് തൻ്റെ ഭാര്യയോട് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാനായിട്ട് പറയുകയാണ്. എന്തിന്? ടു പ്രിവെൻറ്റ് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാൻ പറയുകയാണ്. പക്ഷേ ആക്ച്വലി അദ്ദേഹം അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഡാർക്ക് ഫോറസ്റ്റിൽ ഒരു ഈവലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹം ഭയക്കുന്നതെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കാണ്ട് കടന്നു കഴിഞ്ഞാൽ സ്വപ്നത്തിലൂടെ തൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഇൻറ്റ്യൂഷൻ കിട്ടുമോ, താൻ ചെയ്യാൻ പോകുന്ന ഡാർക്ക് വർക്കിനെ കുറിച്ച് എന്തെങ്കിലും ഇൻറ്റ്യൂഷൻ കിട്ടുന്ന ഭയത്തിലാണ് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാനൊക്കെ പറയുന്നത്. അന്ന് അങ്ങനൊരു ഭയം ഉണ്ടെങ്കിലും യങ് ഗുഡ്മാൻ ബ്രൗൺ വിശ്വസിക്കുകയാണ് തൻ്റെ ഭാര്യയായ ഫെയ്ത്ത് ഒരു പ്യുവർ ആൻഡ് ഹെവൻലി വുമൺ ആണ് എന്നൊരു വിശ്വാസത്തിൽ അദ്ദേഹം പോവുകയാണ്. അങ്ങനെ കാട്ടിലേക്ക്, ഒരു ഡാർക്ക് ഫോറസ്റ്റിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഹി എൻകൗണ്ടേഴ്സ് വിത്ത് എ മാൻ. ആ മാൻ എന്ന് പറയുന്നതാണ് നമ്മൾ നേരത്തെ പറയുന്നത് നമ്മുടെ ഓൾഡ് മാൻ. അദ്ദേഹം ഒരു ഡെവിളാണ്. ഡെവിൾ ഡിസ്നൈസ് ഒരു ഓൾഡ് മാനായിട്ട് ആൾമാറി വന്നതാണ്. അപ്പോൾ ആ മാനിനെ നമ്മുടെ യങ് ഗുഡ്മാൻ ബ്രൗൺ ഒരു ട്രീയുടെ ബേസിൽ വെച്ചാണ് കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ബ്രൗൺ ഫെയ്ത്തിനോട് അഡ്മിറ്റ് ചെയ്യാണ് ദാറ്റ് ഹി ഡിലേഡ് ഹിസ് ഡിപ്പാർച്ചർ. അതുപോലെ തന്നെ അദ്ദേഹം യങ് ഗുഡ്മാൻ ബ്രൗൺ ഒരു ഓൾഡ് മാനെ കണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓൾഡ് മാനായ ഈ ഡെവിൾ ആക്ച്വലി നമ്മുടെ യങ് ഗുഡ്മാൻ ബ്രൗണിൻ്റെ ഓൾഡർ വേർഷനില്ലേ, അതിനെ കൃത്യമായിട്ട് റിസംബിൾ ചെയ്യുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഈ ഓൾഡ് മാൻ നമ്മുടെ ബ്രൗണിനോട് പറയാണ് അദ്ദേഹം എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് ഓഫർ വേണേലും തരാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഓഫറുകളൊക്കെ നമ്മുടെ യങ് ഗുഡ്മാൻ ബ്രൗൺ റിഫ്യൂസ് ചെയ്യുകയാണ്. ആൻഡ് സ്റ്റേറ്റിംഗ് ദാറ്റ് ഹി ഓൺലി കെയിം ടു കീപ്പ് ആൻ എഗ്രിമെൻറ്റ് എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഈ ഓൾഡ് മാൻ റിവീൽ ചെയ്യുകയാണ്, അതായത് ഈ ഒരു ഇംഗ്ലണ്ടിൽ, ഈ ന്യൂ ഇംഗ്ലണ്ടിൽ അയാൾക്ക് ഒരുപാട് ആൾക്കാരായിട്ട് കണക്ഷൻ ഉണ്ടെന്നും അത് മാത്രമല്ല യങ് ഗുഡ്മാൻ ബ്രൗണിൻ്റെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാരുമായിട്ട് അദ്ദേഹത്തിന് കണക്ഷനുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റിൽ അദ്ദേഹം അവരൊക്കെ ആയിട്ട് കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് ബ്രൗണിനോട് പറയണം. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രൗൺ ഒരു ഷോക്കാവുകയാണ്. പക്ഷെ എന്നാലും അദ്ദേഹം തൻ്റെ ഭാര്യയുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. പക്ഷേ എന്നാലും അദ്ദേഹം പിന്നീട് ഈ ഡെവിളിനെ ഫോളോ ചെയ്യുകയാണ് ഡെസ്പൈറ്റ് ദി ഈവൽ ആക്ട് ഹി ഹാസ് ബീൻ ഇൻവോൾവ്ഡ് ഇൻ. അപ്പോൾ അങ്ങനെ തൻ്റെ ഭാര്യയുടെ വിശ്വാസത്തെ തകർക്കാൻ യങ് ഗുഡ്മാൻ ബ്രൗണിന് താല്പര്യമില്ലെങ്കിലും അദ്ദേഹം ഈ ഓൾഡ് മാൻ അല്ലെങ്കിൽ ഡെവിളിനെ ഫോളോ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇതിനകത്ത് യങ് ഗുഡ്മാൻ ബ്രൗൺ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി എക്സ്പ്ലോർ ചെയ്യുന്നത് സ്ട്രഗിൾ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവൽ. അപ്പോൾ ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഗുഡ്മാൻ ബ്രൗണിന് തൻ്റെ ഭാര്യയായ ഫെയ്ത്തിലുള്ള ഡിവോഷനിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് എക്സ്പ്ലോർസ് ദി സ്ട്രഗിൾ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവൽ. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഡെവിളിനെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ അല്ലെങ്കിൽ ഗുഡ്മാൻ ബ്രൗണിൻ്റെ മൊറാലിറ്റിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഈ നന്മയും തിന്മയും മനുഷ്യനിൽ തന്നെയുള്ള ഗുണഗണങ്ങളാണ് ഈ ഒരു ബോത്ത് ഈവൽ ആൻഡ് ഗുഡ് എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാക്കുകയാണ്. അതുപോലെ ഇതിനകത്തുള്ള ഈ ഒരു അലിഗോറിക്കലായിട്ടുള്ള നറേറ്റീവ്സ് കൊണ്ട് ഹോത്തോൺ ഉദ്ദേശിക്കുന്നത് അമേരിക്കൻ റിലീജിയസ് ഇൻസിൻസിയറിറ്റി ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി സെക്ഷൻ 2 പറയുന്നത് നമ്മുടെ ഗുഡ്മാൻ ബ്രൗൺ എൻകൗണ്ടേഴ്സ് ഹിസ് സ്പിരിച്വൽ അഡ്വൈസർ. 2 പേരെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല, ഗുഡി ഗ്ലോയിസും കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ ഈ ഗുഡി ഗ്ലോയിസിനെ ആ വഴി വെച്ച് കാണുകയാണ്. അതായത് ലേറ്റ് നൈറ്റിൽ വാൻഡർ ചെയ്ത് നടക്കുന്നതാണ് നമ്മുടെ ഗുഡ്മാൻ ബ്രൗൺ കാണുന്നത്. ആൻഡ് ഹി ആസ്ക് ഫോർ എ ഷോർട്ട് കട്ട് ടു അവോയ്ഡ് ഹർ. അപ്പം തൻ്റെ സ്പിരിച്വൽ ഗൈഡിനെ കാണുമ്പോഴത്തേക്ക്, കാരണം തൻ്റെ സ്പിരിച്വൽ ഗൈഡാണ്, അപ്പോൾ താൻ ഒരു ഡെവിളായിട്ട് അല്ലെങ്കിൽ ആയിട്ട് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നാണക്കേടാണല്ലേ. അപ്പോൾ അവരത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ട് അന്നേരം നമ്മുടെ ഗുഡ്മാൻ ബ്രൗൺ
ഗുഡ്മാൻ ബ്രൗൺ അന്വേഷിക്കുകയാണ്. ആ സമയത്ത് ഗുഡി ഗ്ലോയിസ് ഹൂ കോൾസ് ഔട്ട് ടു ദ ഡെവിൽ. അപ്പോൾ ആ സമയത്താണ് ഗുഡി ഗ്ലോയിസ് ഈ ഡെവിലിനെ വിളിക്കുകയും അപ്പോൾ ഈ ഡെവിൽ നമ്മുടെ ഗുഡി ഗ്ലോയിസിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ ഗുഡി ഗ്ലോയിസിനോട് അപ്പോൾ ഡെവിലിനോട് നമ്മുടെ ഗുഡി ഗ്ലോയിസ് പറയുകയാണ് താങ്കളുടെ ബ്രൂം സ്റ്റിക്ക്, അതായത് നമ്മുടെ ഈ വിച്ചുള്ള ദുർമന്ത്രവാദികൾ ഈ ബ്രൂം സ്റ്റിക്കിലൊക്കെയാണല്ലോ യാത്ര ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. തൻ്റെ ആ ഒരു ബ്രൂം സ്റ്റിക്ക് ഡിസപ്പിയർ ആയി പോയി എന്ന് പറയുകയാണ്. ഹാസ് റിവൻ ഹർ ടു എ മീറ്റിംഗ്. അപ്പോൾ തനിക്ക് വേറൊരു മീറ്റിങ്ങിൽ പോകണം. അപ്പോൾ അവിടെ പോകേണ്ട ആ ബ്രൂം സ്റ്റിക്ക് ഡിസപ്പിയർ ആയെന്നൊക്കെ പറയാനായിട്ട് ഈ ഡെവിളിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗുഡി ഗ്ലോയിസ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഡെവിൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാഫിനെ വിളിക്കുകയും എന്നിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് പോവുക. ആ ഒരു നൈറ്റ് തന്നെ വാനിഷായി പോവുകയാണ്. അപ്പോൾ ഇത് കണ്ട് നമ്മുടെ ഗുഡ്മാൻ ബ്രൗൺ ഷോക്ക് ആവുകയാണ് ബൈ ദ ഡെവിൾസ് ആക്ഷൻസ്. ആൻഡ് ഗുഡ്മാൻ ബ്രൗൺ റിഫ്യൂസസ് ടു വാക്ക് വിത്ത് ഹിം ആൻഡ് സൈസ് ഹിസ് ഡിവോഷൻ ടു ഫെയ്ത്ത് ആസ് ഹിസ് റീസൺ. അപ്പോൾ ഇത് കണ്ട് അദ്ദേഹം ഭയങ്കര ഷോക്കാണ്. തൻ്റെ സ്പിരിച്വൽ ഗൈഡാണ് ഡെവിളിനോട് ബ്രൂംസ്റ്റിക് ഒക്കെ ചോദിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക ആ സ്പിരിച്വൽ ഗൈഡും നമ്മുടെ ഈ ഡെവിളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് കണ്ട് ഈ ഗുഡ്മാൻ ബ്രൗൺ ഭയങ്കര ഷോക്ക് ആവുകയാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും ഈ ഡെവിളുമായിട്ട് എന്താ പറയുക വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഡെവിളിനെ ഫോളോ ചെയ്യാനായിട്ട് റെഫ്യൂസ് ചെയ്യുകയാണ്. അതിന് കാരണമായിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നത് ദാറ്റ് ഹിസ് ഡിവോഷൻ ടുവേർഡ്സ് ഫെയ്ത്ത്, അതാണ് വീണ്ടും ആ റീസണായിട്ട് പറയുന്നത്. അങ്ങനെ ഡെവിള് നമ്മുടെ ഗുഡ്മാൻ ബ്രൗണിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ ഈ ഡെവിളിൻ്റെ ഒരു സ്റ്റാഫിനെ വിട്ടിട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഗുഡ്മാൻ ബ്രൗൺ വീട്ടിലേക്ക് നമ്മുടെ ഫെയ്ത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു കുതിരയുടെ ശബ്ദം അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കേൾക്കുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സ്പിരിച്വൽ ഗൈഡായിട്ടുള്ള ഡീക്കൻ ഗൂക്കീൻ അന്നേരം അവിടെ മീറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഗുഡ്മാൻ ബ്രൗൺ കേൾക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗുഡ്മാൻ ബ്രൗൺ ഡാർക്ക് ഫോറസ്റ്റിൽ ഇരുന്ന് പ്രേ ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്താണ് സലൈം വില്ലേജിൽ ഒരു ഫീമെയിൽ വോയിസ് ഗ്രീവിങ് നമ്മുടെ ഗുഡ്മാൻ ബ്രൗൺ കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ത്രീ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ആരുടെ ശബ്ദമായിട്ടാണ് റിസംബ്ലൻസ് തോന്നുന്നത്, നമ്മുടെ ഫെയ്ത്തിൻ്റെ ശബ്ദമായിട്ട് അദ്ദേഹം തോന്നുന്നുണ്ട്. ഫിയറിങ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭയം തോന്നുക തൻ്റെ ഭാര്യയുടെ ശബ്ദമാണോ ഇതെന്ന് ഭയം തോന്നുകയാണ്. അങ്ങനെ അദ്ദേഹം കേട്ട ആ ഒരു ശബ്ദം ഇങ്ങനെ ഫേഡായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു പിങ്ക് റിബൺ താഴേക്ക് വീഴുകയാണ്. അപ്പോൾ അങ്ങനെ ടെൻഷൻ കയറി അദ്ദേഹം എന്ത് ചെയ്തു, നമ്മുടെ ഡെവിൾ ഒരു സ്റ്റാഫിനെ കൊടുത്തിട്ടാണല്ലോ പോയത്, തീരുമാനം മാറുവാണെങ്കിൽ അക്കമ്പനി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗുഡ്മാൻ ബ്രൗൺ ഡെവിൾസിൻ്റെ സ്റ്റാഫിനെ ഗ്രാബ് ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹം ഈ ഒരു സ്റ്റാഫിനൊപ്പം ഫോറസ്റ്റിലേക്ക് ഫ്ലീ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ആ സ്റ്റാഫായിട്ട് അദ്ദേഹം കാട്ടിനുള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് അപ്പോൾ ആ യാത്രയിൽ നമ്മുടെ ഗുഡ്മാൻ ബ്രൗൺ ഡിസ്കവർ ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ലീഡേഴ്സായിട്ടുള്ള ഗുഡി ഗ്ലോയിസും മിനിസ്റ്ററും ഡീക്കൻ ഗുഗിനെ എല്ലാവരും എങ്ങോട്ടേക്ക് പോകുകയാണ്, നമ്മുടെ ഡെവിൾ സെറമണിയിൽ പങ്കെടുക്കാനായിട്ട് പോവുകയാണ് എന്ന് അദ്ദേഹം ഡിസ്കവർ ചെയ്യുകയാണ്. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് ഒരു സമാധാനം എന്ന് വെച്ചാൽ തൻ്റെ ഭാര്യയിലുള്ള വിശ്വാസം അല്ലെങ്കിൽ തൻ്റെ ഭാര്യയുടെ നന്മയിലുള്ള വിശ്വാസം ഇതൊരു ബ്രേക്ക് ആയിട്ടില്ല. ബട്ട് അൾട്ടിമേറ്റ്ലി ബ്രേക്ക് ദി ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവൽ, അത് തമ്മിലുള്ള ആ ഒരു സംഭവം ബ്രേക്ക് ആയെങ്കിലും തൻ്റെ ഭാര്യയുടെ നന്മയിലുള്ള വിശ്വാസം അദ്ദേഹത്തിന് ബ്രേക്ക് ആയിരുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് നടക്കുക. കാരണം ആ സ്ത്രീ ശബ്ദം ആരുടെയാണ് ഇതായിരുന്നു കണ്ടുപിടിക്കാൻ തോന്നിയില്ല, കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആൻഡ് അത് ഫെയ്ത്തിൻ്റെ ശബ്ദമാണ് എന്നുള്ള ടെൻഷനിലാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ആ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് നടക്കുമ്പോഴും അദ്ദേഹം ആ സെറമണി അറ്റൻഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ആ സെറമണിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് അത് സെക്ഷൻ 3യുടെ സമ്മറി ഞാൻ പറയാം. സെക്ഷൻ 3ലേക്ക് വരുമ്പോഴത്തേക്ക് ഗുഡ്മാൻ ബ്രൗൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഡെവിൾ സ്റ്റാഫ് ഫ്ലൈസ് ടു എ ഫോറസ്റ്റ് എൻകൗണ്ടറിങ് ക്ലിയറിങ് വിത്ത് ബർണിങ് ട്രീസ്. അപ്പോൾ ആ ട്രീസിനെയൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ ഡെവിളിൻ്റെ സ്റ്റാഫിൻ്റെ ഹെൽപ്പോടെ ഗുഡ്മാൻ ബ്രൗൺ ആ ഒരു കാട്ടിനുള്ളിലേക്ക് പോവുകയാണ്. അന്നേരം ഹി ഹിയേഴ്സ് എ ഹണ്ടിങ് ഹൈമൻ ആൻഡ് ക്രൈസ് ബട്ട് ബ്ലെൻഡ്സ് അപ്പ് ഇൻ സീൻ ആസ് എൻ അൾത്താർ. അതായത് അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു അൾത്താർ കാണുകയാണ്, ലൈക്ക് റോക്ക് ആൻഡ് എ കോൺഗ്രിഗേഷൻ. അപ്പോൾ അതിനകത്തൊരു വിമൻ ഉണ്ട്, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട്, സിന്നേഴ്സ് ഉണ്ട്. പക്ഷെ അവിടെ എങ്ങും തൻ്റെ ഭാര്യയായി ഫെയ്ത്തിനെ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. പിന്നെ അവിടെ അൾത്താറിൽ കുറേ പേരുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. എ വോയിസ് ഇൻസ്ട്രക്ട്സ് ദി കോൺഗ്രിഗേഷൻ ടു കൺവേർട്ട്.
അപ്പോൾ അന്നേരം നമ്മുടെ ഗുഡ്മാൻ ബ്രൗൺ ബിലീവ് ചെയ്തത് ഹിസ് ഫാദർ ഷേപ്പ് അപ്രോച്ചസ് ദി കോൺഗ്രിഗേഷൻ വൈൽ ഡീക്കൻ കുക്ക് ഇൻ ദി മിനിസ്റ്റർ ആൻഡ് ഗൂഡി ഗ്ലോയ്സ് ബ്രിങ് എ വെയിൽഡ് വുമൻ ഇൻ ടു ദ ക്ലിയറിംഗ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഫെയ്ത്തിനെ ഒന്നും കാണുന്നില്ലല്ലോ എന്നുള്ള സമാധാനത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ രണ്ട് സ്പിരിച്വൽ ഗൈഡ് എന്ന് പറഞ്ഞില്ല, അവർ രണ്ടുപേരും മുഖം മൂടി അല്ലെങ്കിൽ വെയിലിട്ട് ഒരു സ്ത്രീ രൂപത്തെ കൊണ്ടുവരുന്നത് നമ്മുടെ ഗുഡ്മാൻ ബ്രൗൺ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒരു ഡാർക്ക് ഫിഗർ നമ്മുടെ ഗുഡ്മാൻ ബ്രൗണിനെ അവിടേക്ക് വെൽക്കം ചെയ്യുകയാണ്. ആൻഡ് വെയിൽഡ് വുമൻ ഇവർ രണ്ടുപേരെ വെൽക്കം ചെയ്യുകയാണ്. ആൻഡ് ഇറ്റ്സ് റിവീൽഡ് ദിയർ ഡെസ്റ്റിനി. അപ്പോൾ അവർ അന്നേരം മനസ്സിലാക്കുകയാണ് അബൌട്ട് ദി കോൺഗ്രിഗേഷൻസ് ഐഡൻറ്റിറ്റീസ് ആൻഡ് ദ ഡാർക്ക് സീക്രറ്റ്സ് ഓഫ് ദോസ് ദേ വൺസ് ബിലീവ്ഡ് വെർ പ്യുവർ. അതായത് ഇവരാദ്യം, കാരണം അതിനകത്ത് അവർ ആ ഒരു ഡെവിൾ സെറമണി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഗുഡ്മാൻ ബ്രൗണിൻ്റെ അച്ഛനുണ്ട്, അതുപോലെ തന്നെ അയാളുടെ ബന്ധുക്കളൊക്കെ ഉണ്ട്, സ്പിരിച്വൽ ഗൈഡാണെന്ന് വിശ്വസിച്ച് ഡീക്കൻ ഗൂഗിൻ, ഗൂഡി ഗ്ലൂയിസ്, മിനിസ്റ്റേഴ്സ് അവരെല്ലാം ഈ സെറമണിയിലുണ്ട്. ലാസ്റ്റ് ഈ വെയിലിട്ട് വന്നത് ആരാണ്? നമ്മുടെ ഫെയ്ത്ത് ആണല്ലേ, അതായത് നമ്മുടെ ഗുഡ്മാൻ ബ്രൗണിൻ്റെ ഭാര്യയാണ് ആ സ്ത്രീരൂപം എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് അദ്ദേഹം, അതായത് അവർ പ്യുവർ ആണെന്ന് വിചാരിച്ച എല്ലാ വിശ്വാസികളും ഒരു ഡാർക്ക് സീക്രറ്റ് ആയിട്ട് മാറുന്ന ഒരു സന്ദർഭമാണത്. ദേ ഓൾ ബിലോങ് ടു ദ ഡെവിൾസ് അസംബ്ലി. ഇവരെല്ലാവരും ആരുടെ കൂടെയാണ്? ഈ ഡെവിളിൻ്റെ കൂടെയാണ്. പക്ഷെ പക്ഷെ എന്ത് ചെയ്യാണ്, ഈ ഒരു ഒരു ഹ്യൂമൻ നേച്ചറായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവരാരും തയ്യാറല്ലാൻ താരും. അവർ ഈവലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഡെവിളിൻ്റെ സെറമണിയിൽ അവർ എന്താ പറയുക, സെർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ദേ റെഫ്യൂസ് ടു അക്സെപ്റ്റ് ഈവൽ ആസ് ഹ്യൂമൻ നേച്ചർ. ആൻഡ് അപ്പോൾ ഗുഡ്മാൻ ബ്രൗൺ അർജസ് ഹർ ടു റെസിസ്റ്റ് ദി ഡെവിൾ ബൈ ഗേസിങ് അപ്പ് ടു ഹെവൻ. അപ്പോൾ തൻ്റെ ഭാര്യയോട് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഡെവിളായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു സെറമണിയിൽ നിന്ന് റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഗുഡ്മാൻ ബ്രൗൺ അർജ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതായത് അവിടെ പോയപ്പോഴത്തേക്ക് തൻ്റെ സ്പിരിച്വൽ ഗൈഡിനെ കാണുന്നു, ഭാര്യയെ കാണുന്നു. അതായത് ഏറ്റവും പ്യുവർ ആണെന്ന് കരുതിയിട്ടുള്ള അല്ലെങ്കിൽ നല്ലവരാണെന്ന് കരുതിയ എല്ലാ മനുഷ്യരെ ഡെവിൾ സെറമണി വെച്ച് കാണാണ്. അപ്പോൾ ഇതിലൂടെ നമ്മുടെ ഹോത്തോൺ എന്താണ് ട്രൈ ചെയ്യുന്നത്? ഹി ട്രാൻസ്ഫോംസ് ട്രഡീഷണൽ റിലീജിയസ് ഇമാജറി ടു ബ്ലർ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവൽ. അതായത് ഗുഡ് ആൻഡ് ഈവലിന് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അല്ലെങ്കിൽ ഗുഡ് ആൻഡ് ഈവൽ എന്ന് പറയുന്നത് അത് രണ്ടും ഹ്യൂമൻ നേച്ചർ, രണ്ടും മനുഷ്യനിൽ തന്നെ ഉള്ളതാണ്, ഇൻഹെറിറ്റ് ആയിട്ടുള്ള ഇതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹോത്തോൺ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഡെവിൽ എൻറ്റേഴ്സ് ദി അൾത്താർ വെൽക്കമിങ് ഗുഡ്മാൻ ബ്രൗൺസ് ആൻഡ് ഹിസ് വൈഫ് ഫെയ്ത്ത് ഇൻ ദ ഡീമണിക് ഗ്രൂപ്പ്. ഫെയ്ത്തിന്, അതായത് നമ്മുടെ ഗുഡ്മാൻ ബ്രൗണിനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫെയ്ത്തിനെയും ഡീമണിക് ഗ്രൂപ്പിലേക്ക് വെൽക്കം ചെയ്യുകയാണ് ഡെവിൽ. പക്ഷേ ബ്രൗൺ ഇംപ്ലോസ് ഫെയ്ത്ത് ടു റെസിസ്റ്റ് ദി ഡെവിൽ ബട്ട് ഫൈൻഡ്സ് ഹിംസെൽഫ് അലോൺ. അപ്പോൾ ബ്രൗൺ തൻ്റെ ഭാര്യയോട് പറയുന്നുണ്ട്, അതായത് ഒരിക്കലും ആ ഒരു ക്ഷണം സ്വീകരിക്കില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവസാനം നമ്മുടെ ഗുഡ്മാൻ ബ്രൗൺ ഒറ്റയ്ക്ക് ആവുന്നതാണ് നമ്മളിതിൽ കാണുന്നത്. പിന്നെ ഈ ഒരു സ്റ്റോറിയുടെ ഫോളോയിങ് ആക്ഷനിലേക്ക് ടുവേർഡ്സ് എൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ ലാസ്റ്റ് ഗുഡ്മാൻ ബ്രൗൺ ഒരു സംശയരോഗിയായിട്ട് മാറും. തൻ്റെ അയൽവക്കക്കാരെ പോലെ അദ്ദേഹത്തിന് സംശയമാണ്, സ്കെപ്റ്റിസൈസ് ചെയ്യുകയാണ്. കാരണം എന്താണ്, കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആ സ്പിരിച്വൽ ഗൈഡ് പോലും എന്താണ് ആ ഒരു ഡെവിൾ സെറമണിയിൽ നമ്മൾ കണ്ടു അല്ലേ. അതായത് നമ്മുടെ ഗുഡ്മാൻ ബ്രൗൺ പ്യുവർ ആണെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ പോലും ഡെവിളിനെ അല്ലെങ്കിൽ ആ ഒരു വിച്ച് സെറമണിയിൽ പങ്കാളികളാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നീട് എല്ലാവരെയും സംശയമാണ്, ആരെ വിശ്വസിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. ആൻഡ് ഹിസ് ഡെവിൾ ഇൻഡ്യൂസ്ഡ് നോളജ് മേക്ക് ഹിം ആൻ ഔട്ട്സൈഡർ കോസിങ് ഹിം ടു ലോസ് ജോയ്. അപ്പോൾ അതിൽ പങ്കെടുത്തതോടെ അദ്ദേഹത്തിന് എല്ലാ സന്തോഷം പോവുകയും തന്നെ അയൽവക്കക്കാരെ പോലും സംശയത്തോടെ നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ യങ് ഗുഡ്മാൻ ബ്രൗൺ വരികയാണ്. അപ്പോൾ ഈ ഒരു കഥയുടെ പാരലായിട്ടുള്ള സാധനമാണ് ദി ഗാർഡൻ ഓഫ് ഈഡൻ സ്റ്റോറി, സജസ്റ്റിംഗ് ദാറ്റ് നോളജ് ഓഫ് ഈവൽ കംസ് അറ്റ് എ ഗ്രേറ്റ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു അറിവ്. അതേ സംഭവം തന്നെയാണല്ലോ ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലൊരു എന്താ പറയുക സമ്മറി എന്ന് പറയുക. അതായത് ഒരു ഒറ്റ ലൈനിൽ പറയുന്നത് വെച്ചാൽ ഗുഡും ഈവലും ഒരേ മനുഷ്യനെ കാണുന്നൊരു സ്വഭാവമാണ്, അതൊരു ഹ്യൂമൻ നേച്ചർ തന്നെയാണ് എന്നാണ് ഹോത്തോൺ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് വെച്ചാൽ, ഒന്നുകിൽ യങ് ഗുഡ്മാൻ ബ്രൗൺ ഹാസ് ആൻ അലിഗറി, അല്ലെങ്കിൽ അലിഗറി ഇൻ യങ് ഗുഡ്മാൻ ബ്രൗൺ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു അലിഗറി എന്താണെന്ന് വെച്ചാൽ, ഈ യങ് ഗുഡ്മാൻ ബ്രൗൺ നമ്മുടെ ഹ്യൂമൻ ഫോൾ അതിൻ്റെ ഒരു അലിഗറി ആയിട്ട് നമുക്കെടുക്കാം. അതായത് ഗുഡ്മാൻ ബ്രൗൺ എവിടെയാണ് സറണ്ടർ ചെയ്യുന്നത്? അതായത് ഈ സറണ്ടർ ടു ദ ഡെവിൾ ഡ്യൂ ടു ഹിസ് ക്യൂരോസിറ്റി. അപ്പം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈഡൻ, അതായത് ഗാർഡൻ ഓഫ് ഈഡൻ സ്റ്റോറിയിൽ അത് തന്നെയല്ലേ. അതായത് അവരെന്തിനാണ് ആ ഒരു കഴിക്കല്ലെന്ന് പറഞ്ഞ ഫ്രൂട്ട് കഴിച്ചത്? ഔട്ട് ഓഫ് ക്യൂരോസിറ്റി, ദൈവത്തെ പോലെ ആവും എന്നൊക്കെയുള്ള ഒരു ക്യൂരോസിറ്റിയുടെ പുറത്താണല്ലോ ആ ഫ്രൂട്ട് കഴിച്ച് അവസാനം വലിയ വില കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്, ആ ഒരു ക്യൂരോസിറ്റിയുടെ പുറത്താണ് നമ്മുടെ യങ് ഗുഡ്മാൻ ബ്രൗണിന് ഡെവിളിന് മുമ്പിൽ സറണ്ടർ ആവേണ്ടി വന്നത്. അപ്പോൾ അതൊരു അലഗറിയാണ്.
പിന്നെ ഈവനെ പോലെ തന്നെ ജനസിസ് ഉൽപ്പത്തിയിലെ ഹവയെ പോലെ തന്നെ ഹി ലോസസ് ഹിസ് ജോയ് ഇൻ ലൈഫ്. അവസാനം പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് സ്വന്തം അയൽവക്കക്കാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഗുഡ്മാൻ ബ്രൗൺ വരികയാണ്. അതായത് തൻ്റെ സന്തോഷങ്ങളെല്ലാം തന്നെ നശിച്ചു പോവുകയാണ്. അപ്പോൾ ഉൽപ്പത്തി അല്ലെങ്കിൽ ജനസിസിലെ ഹവയുടെ അവസ്ഥ തന്നെയാണ്. എ മോഡൽ ദാറ്റ് ഓൾ പീപ്പിൾ എക്സ്പീരിയൻസസ്. അപ്പോൾ എന്താ ദ ഡെവിൾസ് ടെംപ്റ്റേഷൻ ഈസ് നോട്ട് ഫോഴ്സ്ഡ് ബട്ട് ഗ്രാജുവൽ എൻറ്റൈസസ്. അതായത് നമ്മുടെ ഗാർഡൻ ഓഫ് ഈഡനിലെ അതേ അവസ്ഥ തന്നെ. അതായത് നിങ്ങൾ ആപ്പിൾ കഴിക്കുന്ന പറഞ്ഞ് നിർബന്ധിച്ചതല്ല, ഭയങ്കര ടാക്റ്റിക്കായിട്ട് അല്ലെങ്കിൽ ഭയങ്കര തന്ത്രപൂർവ്വം ഹവേനെയും കൊണ്ട് അല്ലെങ്കിൽ ഈവനെയും കൊണ്ട് ഒരു ആപ്പിൾ കഴിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്. ഡെവിൾ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ടെംപ്റ്റേറ്റ് ചെയ്തിട്ടില്ല, ഗ്രാജുവലി ടെംപ്റ്റേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ ഗ്രാജുവലി ടെംപ്റ്റേറ്റ് ഗുഡ്മാൻ ബ്രൗൺ ഹു ബാറ്റേഴ്സ് ഹിസ് ഡിസയർ ഫോർ ഈവൽ ബട്ട് ഇവൻച്വലി സക്കംസ് ടു ഇറ്റ് ബൈ removing his belief in the goodness and rightness of people. അങ്ങനെ ഗ്രാജുവലി ആണ് ഈ രണ്ട് കഥയിൽ സെൻട്രൽ ക്യാരക്ടറിന് ഡെവിൾ അല്ലെങ്കിൽ ഈവള് എന്ത് ചെയ്യുന്നത്, ടെംപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ യങ് ഗുഡ്മാൻ ബ്രൗൺ ഒരു അലഗറി ഓഫ് മാൻസ് ഫോളിൻ്റെ ഒരു അലഗറിയാണ്. കാരണം ഇത് രണ്ടും സംഭവിച്ചത് എന്തിൻ്റെ പുറത്താണ്? ക്യൂരിയോസിറ്റിയുടെ പുറത്താണ്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ഈവൽ ഇസ് ഇൻഹെറൻറ്റ് ഇൻ ഹ്യൂമൻസ്. അപ്പോൾ ഈ രണ്ട് കഥയോട് നമുക്ക് ലാസ്റ്റ് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ തിന്മ എന്നുള്ളത് മനുഷ്യനിൽ ഇൻഹെറൻ്റ് ആണ്. ആസ് ഈവ് വാസ് ടെംപ്റ്റഡ് ടു ഈറ്റ് ദി ഫോർബിഡൻ ഫ്രൂട്ട്. അതുപോലെ തന്നെ ഗുഡ്മാൻ ബ്രൗൺ ലാസ്റ്റ് തിരിച്ചറിയുകയാണ്, അദ്ദേഹം വിശ്വസിച്ച എല്ലാ മനുഷ്യരിലും എന്തുണ്ട്? ഈവലുണ്ട് അല്ലെങ്കിൽ തിന്മയുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ ഗൈഡ്സ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മിനിസ്റ്റർ, അവരെല്ലാവരും ഡെവിൾ സെറമണിക്കകത്ത് ലാസ്റ്റ് ഗുഡ്മാൻ ബ്രൗൺ ആണ് ഒറ്റപ്പെട്ടു പോയത്. അപ്പോൾ ഗുഡ്മാൻ ബ്രൗൺ ഡിസ്കവേഴ്സ് ദാറ്റ് ഓൾ പീപ്പിൾ ഹി ബിലീവഡ് ആർ ഇൻഹെറൻ്റ്ലി ഈവൽ ആൻഡ് ദ റിലീജിയൻ ഈസ് ഡിസ്ഗൈസ് ഫോർ ദ ട്രൂ നേച്ചർ. അവരുടെ ഈ ഒരു തിന്മേനെ മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആൾമാറാട്ടം മാത്രമാണ് ഈ മതം എന്നുള്ളത് ഈ ഗുഡ്മാൻ ബ്രൗൺ മനസ്സിലാക്കുകയാണ്. ആൻഡ് ദിസ് റിയലൈസേഷൻ ട്രാൻസ്ഫോംസ് ഹിം. ഈ ഒരു തിരിച്ചറിവാണ് അദ്ദേഹം എന്നതിലേക്ക് മാറ്റുന്നത്. ലീഡിങ് ഹിം ടു വിഡ്രോ ഫ്രം ഫെയ്ത്ത്. തൻ്റെ ഭാര്യയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നൊക്കെ അദ്ദേഹത്തെ വിഡ്രോ ചെയ്യാൻ, പിന്തിരിയാനായിട്ട് അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുന്ന ഈ ഒരു തിരിച്ചറിയലാണ്. ആൻഡ് അബാൻഡൻ ഈസ് ബിലീവ് ഇൻ അതർ ഗുഡ്നെസ്. നന്മയിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം നശിപ്പിക്കുന്നതും ഈ ഒരു തിരിച്ചറിവാണ്. ഓക്കെ, പിന്നെ ഈ സ്റ്റോറിൽ ഒരു ലിറ്റററി ഡിവൈസസ് യൂസ് ചെയ്യുന്നത്, അതായത് അതിൻ്റെ തീംസ് എന്ന് വെച്ചാൽ ദി വീക്ക്നെസ് ഓഫ് പബ്ലിക് മൊറാലിറ്റി. അതായത് യങ് ഗുഡ്മാൻ ബ്രൗണിന് ഹോത്തോൺ ക്രിട്ടിക്സ് ദി കറപ്റ്റബിലിറ്റി ഓഫ് പ്യൂരിറ്റൻ സൊസൈറ്റി. അതായത് പ്യൂരിറ്റൻ സൊസൈറ്റിയിലെ അഴിമതിയെക്കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് ഹോത്തോൺ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അത് എംഫസൈസ് ഓൺ പബ്ലിക് മൊറാലിറ്റി വിച്ച് ഓഫൻ വീക്ക്നെസ് പ്രൈവറ്റ് റിലീജിയസ് ഫെയ്ത്ത്. അതായത് ഓരോ മനുഷ്യൻ്റെ രഹസ്യമായിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള റിലീജിയസ് ഫെയ്ത്തിനെ അതിനെക്കുറിച്ചുള്ള പബ്ലിക് മൊറാലിറ്റി അല്ലെങ്കിൽ അതിനകത്തുള്ള കറപ്ഷനൊക്കെയാണ് നമ്മൾ ഹോത്തോൺ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഗുഡ്മാൻ ബ്രൗൺസ് ഫെയ്ത്ത് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ അതർ വ്യൂസ് വിച്ച് ക്യാൻ ബി വീക്കൻഡ്. അതായത് ഹോത്തോൺ പറയുന്നത് സൊസൈറ്റിയുടെ മോറൽ ഡിസിഷൻസ് എന്തിനാൽ സ്വാധീനിക്കപ്പെട്ടതാണ്? മറ്റ് വിശ്വാസങ്ങളാൽ അല്ലെങ്കിൽ മറ്റ് വിശ്വാസങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഉദാഹരണമാണല്ലോ ഈ കഥയിൽ കാണുന്നത്. അതായത് നമ്മുടെ എന്താ പറയുക, യങ് ഗുഡ്മാൻ ബ്രൗൺ തൻ്റെ അച്ഛനും ഗ്രാൻഡ് ഫാദറും മിനിസ്റ്ററും എല്ലാം ഈ ഡെവിളിനായിട്ട് അലൈൻ ചെയ്ത് വെച്ച് അലൈനിങ്ങിലാണ് എന്നറിയുമ്പോഴത്തേക്ക് ഗുഡ്മാൻ ബ്രൗൺ ഓൾസോ ഡിസൈഡ് ടു ഫോളോ ഡെവിൾ അല്ലേ. പിന്നെ തനിക്ക് പറ്റില്ലെന്ന് കാണുമ്പോഴാണ് അദ്ദേഹം വിഡ്രോ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഹോത്തോൺ സജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് എല്ലാ മോറൽ ഡിസിഷൻസ് ആർ ഓഫൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ അതർ ബിലീവ്സ്. പിന്നെ അടുത്തൊരു തീമാണ് ദി ഇന്നവിറ്റബിൾ ലോസ് ഓഫ് ഇന്നസെൻസ്. നിഷ്കളങ്കത നഷ്ടപ്പെടുകയാണ് അല്ലേ. എങ്ങനെ നഷ്ടപ്പെടുന്നത്? നമ്മുടെ ഫെയ്ത്ത്, അതായത് നമ്മുടെ ഗുഡ്മാൻ ബ്രൗണിൻ്റെ ഭാര്യ, അവർ അത്രയും നിഷ്കളങ്കമായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു. പക്ഷേ അവർക്ക് അവരുടെ നിഷ്കളങ്കത നഷ്ടപ്പെടുകയും ആ ഡെവിൾ സെറമണിയിൽ പങ്കാളികളാവുകയൊക്കെ ചെയ്യുകയാണ്. അതുപോലെ ഈ ഡാർക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരു കറപ്ഷൻ്റെ അല്ലെങ്കിൽ ഒരു കറപ്റ്റബിലിറ്റിയുടെ ഒരു എന്താ പറയുക ഒരു ഇമേജായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതൊരു ഈ ഡാർക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡാർക്ക് ഫോറസ്റ്റ് ഇപ്പോൾ ഒരു ഓൾഡ് മാനിനെ കണ്ടു അല്ലെങ്കിൽ അതൊരു ഡെവിളാണ് എന്നൊക്കെ ഉള്ളത് അത് പുള്ളി കണ്ട ഒരു സ്വപ്നമായിട്ട് വേണം നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ദി ഈവൻസ് ഈതർ എ ഡ്രീം ഓർ എ റിയലൈസേഷൻ. ഒന്നെങ്കിൽ സ്വപ്നമായിരിക്കും അല്ലെങ്കിൽ ഒരു തിരിച്ചറിവായിരിക്കും. അതായത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഡാർക്ക് സൈഡ്, ആ ഒരു ഈവൽ, ആ ഒരു തിന്മേനെ മനസ്സിലാക്കുക അല്ലെങ്കിൽ ആ കറക്റ്റ് നേച്ചറിനെ മനസ്സിലാക്കുന്നതായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡാർക്ക് ഫോറസ്റ്റിനെ കാണിച്ചതും ആവാം. പിന്നെയുള്ള തീമാണ് ദി ഫിയർ ഓഫ് ദി വൈൽഡർനെസ്. അതായത് ഈ പ്യൂരിറ്റൻ ഈ ഗുഡ്മാൻ ബ്രൗൺ ഭയക്കുകയാണ് വൈൽഡർനെസ്സിന്. അതായത് ഒരു നന്മയും പോസിബിൾ ആവാത്തൊരു സ്ഥലമായിട്ടാണല്ലോ കാണിക്കുന്നത്. ആൻഡ് ഹി അസോസിയേറ്റ്സ് ദി ഫോറസ്റ്റ് വിത്ത് വൈൽഡ് ഇന്ത്യൻസ് ആൻഡ് സീസ് ദി ഡെവിൾ ഹൈഡിങ് ബിഹൈൻഡ് എവറി ട്രീ. അതുപോലെ തന്നെ നമ്മുടെ യങ് ഗുഡ്മാൻ ബ്രൗൺ കാട്ടിലേക്ക് ഈ ഓൾഡ് മാനെ കാണാൻ പോകുമ്പോഴത്തേക്ക് ആദ്യം സ്പിരിച്വൽ ഗൈഡ്, അതായത്
ഗുഡി ഗ്ലോയിസ് വരുമ്പോഴത്തേക്ക് ഗുഡി ഗ്ലോയിസ് ഡെവിളിൻ്റെ ആളെന്ന് അറിയുന്നതിന് മുമ്പ് തൻ്റെ സ്പിരിച്വൽ ഗൈഡ് തന്നെ കണ്ട നാണക്കേടാണെന്നും പറഞ്ഞ് മരത്തിൻ്റെ പുറകിൽ ഒളിക്കാൻ ശ്രമിച്ച ആളാണ് ഗുഡ്മാൻ ബ്രൗൺ. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് നാണം തോന്നുകയാണ്. ഹി ഫീൽസ് അഷീംഡ് ടു ബി സീൻ വാക്കിംഗ് ഇൻ ദ ഫോറസ്റ്റ് ആൻഡ് ഹൈഡ്സ് വെൻ ഹിസ് ഫാമിലി മെമ്പേഴ്സ് പാസ്. ആൻഡ് ദി ഫോറസ്റ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഡെവിലിഷ്, ഫ്രൈറ്റനിങ് ആൻഡ് ഡാർക്ക് ആൻഡ് മേക്കിംഗ് ഗുഡ്മാൻ ബ്രൗൺ കംഫർട്ടബിൾ ഓൺലി ആഫ്റ്റർ ഗീവിങ് ഇൻ ടു ഈവൽ. അതൊരു ഈ സ്റ്റോറിയിൽ കാണുന്ന ഡെവിലിൻ്റെ സ്റ്റാഫ്. ഈ ഡെവിലിൻ്റെ സ്റ്റാഫിൽ നമുക്ക് സെർപ്പൻ്റായിട്ട്, അതായത് ബുക്ക് ഓഫ് ജനേസിസിലെ ആ ഒരു സെർപ്പൻ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സിംബിളൈസസ് ദി സെർപ്പൻ്റ് ആസ് ആൻ ഈവൽ ഓർ ഡീമൻ ആസ് സീൻ ഇൻ ദ ബുക്ക് ഓഫ് ജനേസിസ്. അതുപോലെ തന്നെ ഗുഡ്മാൻ ബ്രൗൺ ടെംപ്റ്റഡ് ബൈ ദി സെർപ്പൻ്റ് യൂസസ് ദി സ്റ്റാഫ് ടു ട്രാവൽ ഫാസ്റ്റ് ലൂസിങ് ഹിസ് ഇന്നസെൻസ്. പിന്നെ സെർപ്പൻ്റ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഈസ് ടെംപ്റ്റേഷൻ ആൻഡ് ഗുഡ്മാൻ ബ്രൗൺസ് ക്യൂരിയോസിറ്റിനൊക്കെയാണ് ഈ ഒരു സെർപ്പൻ്റ് അല്ലെങ്കിൽ ഡെവിൾ സ്റ്റാഫ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് അത് ഇൻഡിക്കേറ്റ് ചെയ്തത് ആ മനുഷ്യൻ്റെ തന്നെ, അതായത് നമ്മുടെ ഗുഡ്മാൻ ബ്രൗണിൻ്റെ തന്നെ ഡീമൻ നേച്ചറിനെയും ആൻഡ് ഹിസ് പാത്ത് ടുവേർഡ്സ് ഈവലാണ്. പിന്നെ വേറൊരു സിംബോൾ എന്താ അതിനകത്ത്, മറ്റേ നമ്മുടെ ഫെയ്ത്തിൻ്റെ, അതായത് ഗുഡ്മാൻ ബ്രൗണിൻ്റെ ഭാര്യയുടെ പിങ്ക് റിബൺ, അതായത് ഫെയ്ത്ത് വെയർസ് പിങ്ക് റിബൺസ് ഇൻ ഹർ ക്യാപ്പ്. ഇത് സിംബലൈസ് ചെയ്യുന്നത് ഫെയ്ത്തിൻ്റെ പ്യൂരിറ്റീനെയും ഇന്നസെൻസിനെയാണ്. അതായത് നമ്മൾ കണ്ടു ആ ഒരു ഫോറസ്റ്റിനകത്ത് ഒരു പിങ്ക് റിബൺ വീണ് കിടക്കുന്നത് ഗുഡ്മാൻ ബ്രൗൺ കണ്ടു. അപ്പോഴാണ് ഗുഡ്മാൻ ബ്രൗണിന് സംശയം തോന്നിയിട്ട് ഡെവിലിൻ്റെ അടുത്തേക്ക് ഓടുന്നത്. തൻ്റെ ഭാര്യ അവിടെ ഉണ്ടോ, തൻ്റെ ഭാര്യയും അതിൽ പെട്ടുപോയി എന്നുള്ള ഭയത്താൽ. സോ ഹോത്തോൺ യൂസസ് ദിസ് റിബൺസ്. അപ്പോൾ ഹോത്തോൺ എന്തിനാണ് ഈ റിബൺസ് ഇവിടെ ഉപയോഗിച്ചത്? ടു ഷോ ദി പ്യൂരിറ്റി ആൻഡ് ഇന്നസെൻസ് ഓഫ് ഫെയ്ത്ത്. ആൻഡ് അപ്പോൾ ആ ഒരു റിബൺ വീണ് പോകുമ്പോഴത്തേക്ക് അത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഫെയ്ത്തിൻ്റെ ഇന്നസെൻസ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഫെയ്ത്ത് വിത്ത് യൂത്ത്ഫുൾനെസ് ആൻഡ് ഹാപ്പിനെസ്, ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ പിങ്ക് റിബൺ യൂസ് ചെയ്തിട്ടുള്ളത്. And when Goodman Brown struggles with the doubts about the goodness of others, Fate's pink ribbons appear as a sign of her falling in the devil realm. അതായത് തൻ്റെ സ്പിരിച്വൽ ഗൈഡിനെയും ആ ഒരു ഡെവിളിൻ്റെ ആളായിട്ട് കണ്ടപ്പോഴത്തേ തന്നെ അദ്ദേഹത്തിന് എല്ലാവരോടും സംശയമാവുകയും ഈ നന്മയിലുള്ള വിശ്വാസം പോവുകയും ചെയ്യുന്നു. അപ്പോൾ ആ സമയത്താണ് ഫെയ്ത്തിൻ്റെ പിങ്ക് റിബൺ അവിടെ ഒരു സൈനായിട്ട് നമ്മുടെ ഗുഡ്മാൻ ബ്രൗണിൻ്റെ മുമ്പിൽ വരുന്നത്. അപ്പോൾ അതെന്താണ് കാണിക്കുന്നത്? ഇറ്റ് ഷോസ് ഹർ ഫോളിങ് ഇൻ ടു ഡെവിൾ റിയാം. ഡെവിളിൻ്റെ ആ ഒരു സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ ആ രാജ്യത്തിൽ നമ്മുടെ ഫെയ്ത്തും വീണുപോയി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റിബൺ അവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് അറ്റ് ദി എൻഡ് ഫെയ്ത്ത് റിട്ടേൺസ് ടു ഹർ ഇന്നസെൻസ്, കാസ്റ്റിംഗ് ഡൗട്ട് ഓൺ ഗുഡ്മാൻ ബ്രൗൺസ് എക്സ്പീരിയൻസസ്. ഓക്കെ, അപ്പോൾ ഇതിലൊരു മെയിൻ ഐഡിയ, ആകത്തുക ഇതിനകത്ത് മൊത്തത്തിൽ ഒരു മെയിൻ ഐഡിയ എന്ന് പറയുന്നത് പീപ്പിൾ ആർ നോട്ട് ഓൾവേസ് ഹൂ ദേ അപ്പിയർ ടു ബി. അതായത് എങ്ങനെയാണ് നമ്മൾ പുറമേ കാണുന്നതല്ല ശരിക്കുള്ള ആൾക്കാർ, അവരുടെ ഉള്ളിൽ നന്മയുണ്ട് തിന്മയുണ്ട്. നമ്മുടെ സ്പിരിച്വൽ ഗൈഡ് അല്ലേ, ഗുഡി ഗ്ലോയിസ്, ഡീക്കൻ ഗുഗിൻ, ഇവരൊക്കെ പുറത്ത് ഭയങ്കര ഈ കാറ്റഗിസം പഠിപ്പിക്കുകയും സ്പിരിച്വൽ വേ ഒക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് രാത്രി ഡാർക്ക് ഫോറസ്റ്റിൽ പോയിട്ട് ഈ ഡെവിളിനെ സെർവ് ചെയ്തത് അല്ലേ. അപ്പോൾ പീപ്പിൾ ആർ നോട്ട് ഓൾവേസ് ഹൂ ദേ അപ്പിയർ ടു ബി. രണ്ടാമത് ഈവൽ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ പാർട്ട് ഓഫ് ഹ്യൂമൻ നേച്ചറാണ്. അത് മനുഷ്യനെ തന്നെയുള്ള ഒരു സാധനമാണ്. ദെൻ തേർഡ് മെയിൻ പോയിന്റ് ഇസ് എ സർപ്ലസ് ഓഫ് നോളേജ് ക്യാൻ ഹാവ് ഇറ്റ്സ് ഡൗൺ സൈഡ്സ്. ഇത് മൂന്നുമാണ് ഈ ഒരു സ്റ്റോറിയുടെ മൊത്തത്തിലൊരു മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് നഥാനിയൽ ഹോത്തോണിൻ്റെ ദി യങ് ഗുഡ്മാൻ ബ്രൗൺ എന്ന് പറയുന്ന സ്റ്റോറി. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.